ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കിളത്തപ്പം എനിക്ക് നേരത്തെ കേട്ടിട്ടൊന്നുമില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കേൾക്കുന്നതും എല്ലാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ 3 മുട്ട എടുക്കുക. മുട്ട ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ താറാമുട്ട ഉള്ളായിരുന്നു, ഞാൻ താറാമുട്ട എടുത്ത്. കോഴിമുട്ടയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കോഴിമുട്ട എടുക്കുക, നമ്മളുടെ ഇഷ്ടം. അതിന് ശേഷം കുറച്ച് പഞ്ചസാര, പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന്, നമുക്കൊരു അറിയാമായിരിക്കുമല്ലോ ഏകദേശം എത്രയും പഞ്ചസാരയൊക്കെ ഇട്ടാൽ മതി എന്നുള്ളത്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഏലക്കായും കൂടി ഇടുക. എന്നിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കുക. അതിന് ശേഷം പാലൊഴിക്കുക. പാലൊഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അതൊന്ന് കറക്കി വെച്ചതിന് ശേഷം നമ്മളൊരു എന്താണോ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ സൗകര്യം പോലെ എടുക്കുക. അതൊന്ന് കത്തിക്കുക. അപ്പോൾ ഞാനിത് കത്തിച്ച് കുറച്ച് നേരം ഒരു ഇതിൽ സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കയറി ചൂടായി. അപ്പോൾ നെയ്യ് ഒഴിച്ചപ്പോഴത്തേക്ക് പാത്രത്തിനകത്ത് കണ്ടതുകൊണ്ട് പുക കയറി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം പിന്നെ ഓണാക്കി. പിന്നെ അതിന് ശേഷം ഇത് കഴുകി വെച്ചിരുന്ന മുന്തിരിയായിരുന്നു, അണ്ടിപ്പരിപ്പും കഴുകി വെച്ചേക്കുവാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മാക്സിമം കഴുകി ഉപയോഗിക്കാം. അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആകാൻ, അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ ആയാൽ മതി, നല്ലതുപോലെ ഇതാവണ്ട, മൂക്കണ്ട. അപ്പം ഈ മുന്തിരി നല്ലപോലെ ഒന്ന് വീർത്ത് വരണമല്ലോ. അപ്പോൾ രണ്ടാമതാണ് അണ്ടിപ്പരിപ്പ് ഇട്ടത്. അതെല്ലാം സെറ്റായി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി നമ്മൾ റെഡിയാക്കി. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക, ഞാൻ ഏത്തയ്ക്കയുടെ കാര്യം ആദ്യം പറഞ്ഞില്ല. ഏത്തയ്ക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടുക. ഇപ്പോൾ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഇടുക. പിന്നെ നമുക്കൊരു പഞ്ചസാര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടുക. കാരണം നമുക്ക് ഒരു മധുരം, ഏകദേശം ഇത്രയും മധുരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ, അറിയാമല്ലോ. അടുക്കളയിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏകദേശം അറിയാം. അപ്പോൾ നമ്മളത് നല്ലതുപോലെ ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മധുരം ഒരുപാട് വേണ്ട, നമുക്ക് മീഡിയം, അടുക്കളയിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏകദേശം എത്രയും മധുരം വേണ്ടി വരുമെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വച്ചിരിക്കണ ആ മുട്ടയും പഞ്ചസാരയും പാലും എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചു വച്ചിരിക്കണത്, അതിൻ്റെ ജാറിനകത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ഇളക്കിയെടുക്കുക. കാരണം എല്ലായിടത്തും അത് എത്താൻ വേണ്ടി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് അത് ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല. നമ്മൾ മിക്സിയിൽ തന്നെ, കാരണം പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് പാറു ബഹളം വെച്ചതുകൊണ്ട് പാറുവിനെ എടുത്ത് കൈ വെക്കേണ്ടി വന്ന് പാറു താഴെ നിന്നില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുട്ടം എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റ്, നമ്മൾ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ എല്ലാം റെഡിയാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. പാറു കയ്യിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇത് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം എല്ലായിടത്തും ഏത്തയ്ക്കയുടെ അത് എത്താൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലായിടവും ഒന്ന് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെക്കുക. അടച്ചൊരു 20 മിനിറ്റ് നേരം വെച്ചിട്ട് നമ്മൾ അതൊന്ന് തുറന്ന് നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറക്കേണ്ട കാര്യമില്ല, മാക്സിമം ഒരു 20 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല മണവും ഞാനീ പറയുന്നത് നല്ല രുചിയുമാണ്, നല്ല മണം, നെയ്യിൻ്റെയൊക്കെ നല്ല മണമാണ്. അപ്പോൾ നമ്മളിതൊരു എന്തെങ്കിലും ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പപ്പട കുത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളൊന്ന് കുത്തി നോക്കിയിട്ട് ഉള്ളിൽ ഇതുപോലെ മാവൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, കമ്പിയിലൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വെന്ത്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുക. ഇതിപ്പോൾ പ്രമോദനാണ് കട്ട് ചെയ്യുന്നത്, കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം ആൾ കട്ട് ചെയ്തൊരു പരുവമാക്കി എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഞാനിങ്ങ് വാങ്ങിച്ച് ഞാൻ തന്നെ ഒരു പരുവം ഒപ്പിച്ച് ഇളക്കി എടുത്ത് വെച്ചതാണ്. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. പാറു കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും നടന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ.